ഹായ് ഗൈസ്, സെപ്റ്റോയിലെ സീരീസിലെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ സെപ്റ്റോയിൽ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് എങ്ങനെയൊക്കെയാണ്. ലൈക്ക് അതിൽ ഓരോ പെർ ഓർഡറിനാണ് എമൗണ്ട് ക്രെഡിറ്റ് ആവുക. സെപ്റ്റോ ആണെങ്കിൽ നമുക്ക് 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും ഓർഡേഴ്സ് വരിക, സോ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് ആയിരിക്കും ഉള്ളത്. സ്വിഗ്ഗിയിൽ വന്നിട്ട് നമുക്ക് എത്ര ലോങ് വേണമെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്, സോ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അതിലും കിട്ടും. ഓക്കെ, ഈ രണ്ട് പേയ്മെൻറ്റ് നമുക്ക് വീക്ക്ലി ആയിരിക്കും ക്രെഡിറ്റ് ആവാൻ പോകുന്നത്. രണ്ട് ആപ്പിലും സെയിം ആണ്, വീക്ക്ലി ആയിരിക്കും ക്രെഡിറ്റ് ആവാൻ പോകുന്നത്. ഇതല്ലാതെ എന്തുകൊണ്ട് ഈ വർക്ക് തിരഞ്ഞെടുക്കണം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ഉത്തരവ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഫ്രീ ടൈമിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. 18 വയസ്സ് കഴിയണം, പിന്നെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചേരാവുന്ന അവരുടെയാണ്. ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പാർട്ട് 1 വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഫ്രീ ടൈമിംഗ് എന്ന് പറഞ്ഞു പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് നമ്മൾ കയറണമെന്ന് പറഞ്ഞാൽ നമുക്ക് കയറിയിട്ട് ചെയ്യാൻ താല്പര്യമില്ല, എന്ന് പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ക്ലോസ് ചെയ്ത് ആപ്പ് ക്ലോസ് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങുന്നതാണ്. പ്രഷറും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഒരു ഓർഡർ എടുത്താൽ മാത്രം അത് കൊണ്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അത് മാത്രമാണ് ആകെയുള്ള ഒരു വർക്ക് എന്ന് പറയാൻ. വേറെ പ്രഷേഴ്സ് ആരും നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യണം എന്ന് കയറണം എന്ന് പറയാൻ ഒരാളുണ്ടാവുന്നില്ല. സോ ഫ്രീ മൈൻഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നവും അത് തന്നെയാണ്. കാരണം നമുക്കിത് ബേസിക്കലി ഇതിന്ന് അടുത്ത പ്രൊമോഷൻസ് അങ്ങനെ പരിപാടിയൊന്നും കിട്ടാറില്ല. സോ പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈമിലേക്ക് മാത്രം ഈ വർക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്കിത് ഫുൾ ലൈഫ് ലോങ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ ഈ ഒരു വർക്കിൽ തന്നെ തുടരേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇൻസെൻറ്റീവ്സ്, ടിപ്സ് അതൊക്കെ എക്സ്ട്രാ കയറാൻ പോകുന്നത്. ചില ദിവസങ്ങളിൽ, ഇപ്പോൾ ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ നിങ്ങൾ വർക്കിൽ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അതേപോലെ ടിപ്സും അതേപോലെ ആഡ് ആവും. ഫോർ എക്സാമ്പിൾ നല്ല ഒരു വലിയൊരു ഓർഡറാണ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് പോകുന്നതാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ടിപ്പും ക്രെഡിറ്റ് ആവും. ഇങ്ങനെ ക്രെഡിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ബൈക്കിൻ്റെ ചിലവ് അതിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മുടെ ഒരു എക്സ്ട്രാ വരവായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ലെവലാണ്. ഓക്കെ, ബേസിക്കലി ബാലൻസ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ.